നിന്റെ ജീവിത നിയോഗം സാധ്യമാകാതിരിക്കുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു നിമിഷം അമ്മയ്ക്ക് നൽകൂ. നിന്റെ പ്രാർത്ഥനയ്ക്ക് അമ്മ ഉത്തരം നൽകും. നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ള നിന്റെ സുഹൃത്തും വഴികാട്ടിയുമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. ഭയപ്പെടാതെ, നിരാശപ്പെടാതെ അമ്മയോട് നിന്റെ ആവശ്യം പറയൂ. ഈ പ്രാർത്ഥനയിലൂടെ അസാധ്യമാണെന്ന് നീ കരുതിയ നിന്റെ ഏതു പ്രശ്നവും നിസ്സാരമായി പരിഹരിക്കപ്പെടും. യേശുക്രിസ്തുവിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടും എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലാം. നീ തീർച്ചയായും നിന്റെ ജീവിതത്തിൽ അത്ഭുതം കണ്ടിരിക്കും. നിങ്ങളുടെ നിയോഗം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 Korinthos 12 തിരുവചനം. സ്നേഹനിധിയായ എൻ്റെ അമ്മയും മാതാവേ, കനിവോടെ ഞങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അങ്ങേ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി അമ്മയുടെ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും തകർച്ചകളെയും ഞങ്ങളുടെ കണ്ണുനീരിനെയും അമ്മ കാണുന്നുണ്ടല്ലോ. എല്ലാം അമ്മയുടെ മാറിലേക്ക് ചേർത്തണയ്ക്കണമേ. ഞങ്ങളുടെ രക്ഷയും പ്രത്യാശയും അമ്മ മാത്രമാണല്ലോ. ഓരോ ദിനവും ഉള്ളം കൈയിൽ ഞങ്ങളെ കരുതുന്ന അമ്മയുടെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞാനും എൻ്റെ കുടുംബവും വന്നണയുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഇല്ലായ്മകളെയും കുറവുകളെയും ഓർത്ത് നിരാശപ്പെടാറുണ്ട്. ജീവിതത്തിൽ ഞങ്ങളുടെ ദുർബലതകളെയും കഴിവില്ലായ്മകളെയും കുറിച്ച് വേദനിക്കാറുമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്രയും ദയയുള്ള അമ്മേ മാതാവേ, ഞങ്ങളുടെ രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ജോലിയില്ലായ്മ, കടബാധ്യതകൾ, അങ്ങനെ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് മോചനം കിട്ടാത്ത പ്രതിസന്ധികളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ ആവശ്യം ഒരിക്കലും സാധിക്കുന്നില്ലല്ലോ എന്നും എത്ര പ്രാർത്ഥിച്ചിട്ടും യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ എന്നും പരിതപിക്കുന്ന ചില സാഹചര്യങ്ങൾ ഞങ്ങളിലുണ്ടാകാറുണ്ട്. പ്രിയ മാതാവേ, കരുണയോടെ അങ്ങ് ഞങ്ങളെ നോക്കി കാണണമേ. ഞങ്ങളുടെ മാനുഷിക ബലഹീനതകളും കുറവുകളും ക്രിസ്തുവിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ അവിടുത്തെ ഹിതാനുസരണം ജീവിത വിജയത്തിലേക്ക് ഉയർത്തുവാനുള്ള തിരുവഴികളാക്കണമേ. ഞങ്ങളുടെ മാതാവായ മറിയമേ, സകല സങ്കടങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും നിറച്ച് അവിടുത്തെ രക്ഷയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. അമ്മേ മാതാവേ, എൻ്റെ രക്ഷയ്ക്കായി അങ്ങ് എൻ്റെ ഇഷ്ടപ്രകാരം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുവാൻ വഴി തുറന്നു തരണമേ. എന്നെ ഒരിക്കലും അമ്മ തള്ളിക്കളയില്ലെന്ന അടിയുറച്ച വിശ്വാസത്തോടെ ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായ ഒരു നിയോഗം അമ്മയിൽ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം. എൻ്റെ എല്ലാ കുറവുകളോടും കൂടി എൻ്റെ ഈ നിയോഗത്തെ ഈശോയ്ക്ക് കാഴ്ചവെക്കണമേ. അത്ഭുതകരമായ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഈ നിയോഗത്തിൽ അമ്മ പ്രകടമാക്കണമേ. എൻ്റെ അമ്മ മാതാവേ, എന്നോടൊപ്പം കൂടെ ഉണ്ടായിരിക്കണമേ. ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും എൻ്റെ പ്രവൃത്തികളെയെല്ലാം അമ്മ വഴി നടത്തുകയും ചെയ്യണമേ. ഇതാ ഞാൻ എന്നെയും എനിക്ക് പ്രിയമായതെല്ലാം, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത നിയോഗത്തെയും അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ എല്ലാം ക്രമീകരിക്കണമേ. അമ്മയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും വിപുലീകരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ.
എങ്കിലും അമ്മയുടെ നന്മയിലും കരുണയിലും സംരക്ഷണത്തിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അമ്മയിൽ ആശ്രയിക്കുന്നു. എനിക്ക് ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. എൻ്റെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന അമ്മയുടെ ഭക്തരായ ഓരോ മക്കളുടെയും ആവശ്യങ്ങളിൽ സഹായമായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിലെത്തിക്കണമേ. അമ്മേ മാതാവേ, എൻ്റെ കണ്ണീർ കാണാതെ പോകരുതേ. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റണമേ. എൻ്റെ കാലുകൾ ഇടറാതിരിക്കുവാൻ അമ്മയുടെ കാലടികളെ ഞാൻ പിന്തുടരുന്നു. എൻ്റെ പാതകൾ തെറ്റാതെ നോക്കണമേ. എന്നെ മുഴുവനായും ഈശോയ്ക്ക് സമർപ്പിക്കണമേ. നിത്യകാലം കർത്താവിനെ ആരാധിക്കാനും അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ അമ്മയോടൊത്തായിരിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഈ പ്രാർത്ഥനയെ ആശീർവദിക്കണമേ. എല്ലായ്പ്പോഴും അമ്മ ഞങ്ങളുടെ ആശ്രയമായിരിക്കുകയും ഞങ്ങളുടെ ജീവിതത്തെയും ജീവിതാവശ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ.